കേരളം ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലീസിന് ഏറെ തലവേദന സൃഷ്ടിച്ചയാളാണ് റോബിൻ ഹുഡിനെ വെല്ലുന്ന മോഷ്ടാവായ സ്പൈഡർ സതീഷ്. ആദ്യമായി കേരളത്തിൽ മോഷണത്തിനെത്തിയ സ്പൈഡർ സതീഷിന് കേരള പോലീസിന് മുന്നിൽ അടിതെറ്റി. യാതൊരു തെളിവുമില്ലാതെ തിരുവനന്തപുരം മംഗലപുരത്ത് ആഡംബര വില്ലയിൽ കവർച്ച നടത്തിയ കേസിലാണ് സ്പൈഡർ സതീഷ് എന്ന കാരിസെട്ടി ബാബു പിടിയിലായത്. CCTV ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. വിവിധ സംസ്ഥാനങ്ങളിലായി 70-ലധികം കേസുകളിൽ പ്രതിയാണിയാൾ. കർണാടക, ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി 70-ൽ പരം കവർച്ചാ കേസുകളിൽ പ്രതി. ആന്ധ്രയിലെ മന്ത്രിയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ചത് 7 കിലോ സ്വർണം. കാഞ്ചീപുരത്ത് ജുവലറി ഉടമയുടെ വീട്ടിൽ നിന്നും 1.5 കിലോ സ്വർണം കവർന്ന കേസിലും പ്രതി. മോഷണ സ്വർണം വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ആഡംബര ജീവിതം. ഏറെ ഉയരമുള്ള മതിലുകൾ പോലും നിഷ്പ്രയാസം ചാടിക്കടക്കും. തൊപ്പിയും മാസ്കും ധരിച്ചാണ് നടപ്പ്. അതിനാൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ തിരിച്ചറിയാൻ സാധിക്കില്ല. യൂട്യൂബിൽ വരുന്ന ആഡംബര വില്ലകളുടെയും കെട്ടിടങ്ങളുടെയും പരസ്യങ്ങൾ കണ്ട് വ്യക്തമായി പഠിച്ച ശേഷമാണ് മോഷണം നടത്തുക. ഒറ്റ ദിവസം കൊണ്ട് തന്നെ മോഷണം നടത്തി തിരികെ ആന്ധ്രയിലേക്ക് മടങ്ങുന്നതാണ് രീതി. ഇങ്ങനെ നിരവധി പ്രത്യേകതകളാണ് സ്പൈഡർ സതീഷ് എന്ന കാരിസെട്ടി ബാബുവിനുള്ളതെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ജൂൺ 5-നാണ് മംഗലപുരം നെല്ലിമുടിലെ ഐക്ലൗഡ് ഹോംസിന്റെ അണ്ടർ ദ ബ്ലൂ വില്ല പ്രോജക്റ്റിലെ വില്ലയിൽ കവർച്ച നടന്നതായി കണ്ടെത്തിയത്. കൊല്ലം സ്വദേശി ഷിജിയുടെ വില്ലയിൽ നിന്ന് 38 പവനോളം സ്വർണ്ണമാണ് കവർന്നത്. നാട്ടിലായിരുന്ന ഇവർ മടങ്ങിയെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് മംഗലപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജൂൺ 2-നാണ് മോഷണം നടന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. തുടർന്ന് KSRTC ബസ്സിൽ മടങ്ങിയ സ്പൈഡർ സതീഷിനെ CCTV ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പിടികൂടിയത്. വിവിധ സ്ഥലങ്ങളിലെ 200-ലധികം CCTVകൾ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെന്ന് കരുതുന്നയാൾ ബസ്സിൽ കയറിപ്പോയത് ശ്രദ്ധയിൽപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ചെന്നൈ, കാഞ്ചീപുരം, ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, കൊപ്പം, വിശാഖപട്ടണം, വിജയനഗരം, കടപ്പ എന്നിവിടങ്ങളിൽ 17 ദിവസം തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കടപ്പയിൽ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത്. മോഷണ മുതലുകൾ പൂർണ്ണമായി കണ്ടെത്തിയതായി തിരുവനന്തപുരം റൂറൽ SP കിരൺ നാരായണൻ പറഞ്ഞു. അവരുടെ മോഡസ് എന്താണെന്ന് വെച്ചാൽ ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിൻ്റെ പരസ്യങ്ങൾ എല്ലാവരും യൂട്യൂബിൽ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ പരസ്യം ഇടുമ്പോൾ അതിൽ ഗേറ്റ് എൻട്രി തൊട്ട് റൂം എത്രയുണ്ട്, എവിടെ വാതിലുണ്ട്, എവിടെ കിച്ചൺ ഉണ്ട്, എല്ലാം ഗ്രില്ലുണ്ടോ ഇല്ലയോ എല്ലാം ഈ വീഡിയോയിൽ യൂട്യൂബിൽ തന്നെ അവർക്ക് കാണാൻ പറ്റി. അങ്ങനെയാണ് അവർ ഈ ഒരു കമ്മ്യൂണിറ്റീനെ സെലക്ട് ചെയ്ത് ആ വില്ലയിൽ സെലക്ട് ചെയ്തതിന് ശേഷം പോലീസിൻ്റെ പെട്രോളിംഗ് ടൈമും എല്ലാം സ്റ്റഡി ചെയ്ത് അതനുസരിച്ച് ഏത് സമയത്ത് അവിടെ കയറണം എന്നൊക്കെ വെൽ പ്ലാൻഡ് ഒരു ഓപ്പറേഷനായിട്ടാണ് വന്നത്. മോഷണക്കേസിൽ ജയിലിലായിരുന്ന സതീഷ് കഴിഞ്ഞ മെയ്യിലാണ് ജാമ്യത്തിലിറങ്ങിയത്. വിശാഖപട്ടണം, ബാംഗ്ലൂർ, കടപ്പ എന്നിവിടങ്ങളിൽ ഇയാൾക്ക് 4 ആഡംബര ഫ്ളാറ്റുകളുണ്ട്. മോഷ്ടിക്കുന്ന സ്വർണം ആന്ധ്രയിലും ബംഗളൂരുവിലും ആണ് വിൽക്കുക. ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് സാഹസികമായി പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മംഗലപുരം.